ഗായ്സ്, എല്ലാവർക്കും ആഞ്ജനേയ 2255 പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു എക്സ്പെരിമെൻറ്റും കൂടി ആയിരുന്നു. എക്സ്പെരിമെൻ്റ് എന്താണെന്ന് വെച്ചാൽ മേൽമണ്ണല്ലാത്ത എല്ലാ മണ്ണുകളിൽ നിന്നും നമുക്ക് ക്ലേ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്ന് ഞാൻ ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സത്യം തന്നെയാണോ? എനിക്ക് കുറച്ച് ക്ലേയുടെ ആവശ്യം കൂടി ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ കാശ് കൊടുക്കാതെ ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് കരുതിയിട്ട് ഒന്ന് ചെയ്ത് നോക്കിയതാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ കുറച്ച് മണ്ണ് എടുത്തിട്ടുണ്ട്. ഇത് സാധാരണ മണ്ണല്ല കേട്ടോ. എൻ്റെ അമ്മായിൻ്റെ വീട്ടിൽ കിണർ കുഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടെ പോയപ്പോൾ കുറച്ച് മണ്ണ് എടുത്തതാണ്. ചീടി മണ്ണാണ് കേട്ടോ. കുറച്ച് പശർപ്പുള്ള മണ്ണായതുകൊണ്ട് തന്നെ ക്ലേ കിട്ടുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ലായിരുന്നു. ഇനി നമുക്ക് ക്ലേ ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു ബക്കറ്റിൽ വെള്ളം എടുക്കണം. എന്നിട്ട് നിറയെ വെള്ളം വേണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു തുണി വെച്ചിട്ട് കെട്ടുക. ഈ മണ്ണ് ഈ വെള്ളത്തിൽ ഇങ്ങനെ അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മണ്ണ് താഴോട്ട് ഊറിപ്പോവാനുള്ള തരത്തിലുള്ള തുണി വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ എടുത്തിട്ടുള്ളത് അമ്മയുടെ പഴയ സാരിയാണ്. എനിക്ക് തോന്നുന്നു ഷോളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ഈസി ആയിട്ട് അരിച്ചെടുക്കാൻ പറ്റും. നിങ്ങൾ കൂവ അരിക്കുന്നതൊക്കെ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും കേട്ടോ. അത് നമ്മുടെ കൂവ അരിക്കുന്ന പോലെ തന്നെയാണ്. പക്ഷെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ കൂവ അരിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറേ ദിവസം അതിൻ്റെ വെള്ളം മാറ്റില്ലേ. പക്ഷേ ഇതിന് നമ്മൾ വെള്ളം മാറ്റേണ്ട ആവശ്യമില്ല കേട്ടോ. അങ്ങനെ ഞാനിത് കുറേ സമയം എടുത്തിട്ട് ഇത് നന്നായിട്ട് അരിച്ചെടുക്കുകയാണ്. ഇതിൽ കുറേ നമ്മളെ ചെങ്കല്ലിൻ്റെ കഷ്ണങ്ങളില്ലേ, നല്ല വെള്ളാരം കല്ലിൻ്റെ കഷ്ണങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇഷ്ടപ്പെട്ടിട്ട് ഒരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും ചെയ്യാൻ കഴിയുമെന്നുള്ളത് സത്യം തന്നെയാണ് കേട്ടോ. ഇത് കുറച്ച് റിസ്ക് ഉള്ളൊരു കാര്യമായിരുന്നു. ഇതിങ്ങനെ അരിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ക്ഷമ കൂടി വേണ്ട ഒരു സംഭവമാണ് കേട്ടോ. പക്ഷേ എനിക്കത് അത്ര പ്രശ്നമായിട്ടൊന്നും തോന്നിയിട്ടില്ല. പറയുമ്പോൾ പീലിക്കുട്ടി ചെറിയ കുട്ടിയാണ്, ഇടയ്ക്കിടയ്ക്ക് വെള്ളത്തിൽ വന്ന് കൈയിട്ട് വെക്കണുണ്ട്. എന്നാലും എനിക്കത് അത്ര വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. പിന്നെ അമ്മയൊക്കെ ആണെങ്കിൽ ഇവിടെ നല്ല സപ്പോർട്ടാണ്. അങ്ങനെ ഞാൻ കുറേ സമയം എടുത്തിട്ട് ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പം പിന്നെ ഇത് ഊറാൻ വേണ്ടിയിട്ട് വെച്ചതാണേ. അരിച്ച് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോഴേക്കും ഇതിങ്ങനെ താഴ്ന്നു വരാൻ തുടങ്ങിയിട്ടുണ്ട്. മുകളിൽ ഇങ്ങനെ വെള്ളം തെളിഞ്ഞ് വരികയാണ് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് ഞാനൊരു 10 മിനിറ്റ് കഴിഞ്ഞ് വന്നപ്പോഴേക്കും പിന്നെ കുറച്ചുകൂടെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിത് താഴോട്ട് പോകുന്നത് കാണാൻ കഴിയില്ല. പക്ഷേ ആ വെള്ളത്തിൻ്റെ ഗ്യാപ്പില്ലേ, തെളിഞ്ഞ് വരുന്ന വെള്ളത്തിൻ്റെ ഗ്യാപ്പ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും അത്യാവശ്യം പെട്ടെന്ന് തന്നെ താഴ്ന്നു പോകുന്നുണ്ട്. അങ്ങനെ ഞാനത് അവിടെ മാറ്റി വെച്ചു കേട്ടോ. പിന്നെ ഉള്ളത് പിറ്റേ ദിവസത്തെ കാഴ്ചയാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴേക്കും നമ്മുടെ വെള്ളം നന്നായി ഊറി വന്നിട്ടുണ്ട്. നമ്മുടെ മണ്ണ് അടിയിൽ നന്നായിട്ട് ഊറി കിടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ ഈ വെള്ളമൊക്കെ ചിന്താണ്, പുറത്തേക്ക് ഒഴിവാക്കുകയാണ് കേട്ടോ. ഒഴിവാക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇത് കലങ്ങി പോവരുത് കേട്ടോ. കലങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വെള്ളം ഊറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഞാൻ നന്നായിട്ട് സൂക്ഷിച്ചിട്ടാണ് ചെയ്യുന്നത്. പതുക്കെ ക്ഷമയോട് കൂടെ ചെയ്യുക. പിന്നെ അച്ചുട്ടനും പീലിക്കുട്ടിയാണെങ്കിൽ എന്നെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട്. ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തലയിട്ട് നോക്കുന്നത്. ഇനി നമ്മുടെ ക്ലേയുടെ ലാസ്റ്റ് സ്റ്റേജാണ്. ഇനി നമുക്ക് ഇതിലത്തെ വെള്ളമൊക്കെ വറ്റിച്ച് കളയണം. അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ഇന്നലെ അരിച്ച് വെച്ചിട്ടുള്ള ആ തുണിയില്ല, ആ തുണി തന്നെയാണ് കേട്ടോ എടുത്തത്. ആ തുണിയിൽ നമ്മൾ ഇത് ഒഴിക്കുകയാണ്. ഇത് ഒഴിക്കുമ്പോൾ അങ്ങനെ നന്നായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടിയിലൊരു ബക്കറ്റ് വെച്ചിട്ടുണ്ട്. ബക്കറ്റിൽ നമ്മുടെ ചെടിച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് തുണി വെച്ചിട്ട് ഞാനിത് നന്നായിട്ട് അതിലേക്ക് ആക്കി എടുക്കുകയാണ് കേട്ടോ. നല്ല മണ്ണൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ നന്നായിട്ട് കൈ വെച്ചിട്ട് വടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് കെട്ടി വെക്കണം. കെട്ടി വെച്ചിട്ട് ഇത് കെട്ടി തൂക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ. ഇത് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസം വേണം കേട്ടോ. ഒരാഴ്ചയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ഉണങ്ങി കിട്ടും. അങ്ങനെ ഇന്നലത്തെ കയറും ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അങ്ങനെ ഞാൻ ആ കയറും എടുത്തു, എന്നിട്ട് നന്നായിട്ട് കെട്ടി വെച്ചു കേട്ടോ. ഇനി ഇത് നമുക്ക് കെട്ടി തൂക്കണം. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഇത് ഇങ്ങനെ ഇവിടെ കെട്ടുന്നതിൻ്റെ ഇടയ്ക്ക് ഞാനിതിനെ എവിടെയാണ് കെട്ടി തൂക്കുക എന്നുള്ള ഇങ്ങനെ സ്ഥലം ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. നമ്മൾ നന്നായിട്ട് ടൈറ്റായിട്ട് കെട്ടി. ഇപ്പോൾ കണ്ടോ, വെള്ളം നന്നായിട്ട് ഉറ്റി പോകുന്നുണ്ട്. ഇതിനി ഒരു 5-6 ദിവസം കഴിയുമ്പോഴേക്കും നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരും കേട്ടോ. നമുക്കിത് വെയിൽ കൊണ്ടിട്ട് നന്നായിട്ട് ഉണങ്ങല്ല വേണ്ടത്. ഇതുപോലെ കെട്ടി തൂക്കിയിട്ട് അധികം വെയിലില്ലാത്ത സ്ഥലമാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, വെള്ളം ഇങ്ങനെ നന്നായിട്ട് ഉറ്റി പോയിക്കോളും. പിന്നെ ഇടയ്ക്ക് നമ്മളിങ്ങനെ അമർത്തി കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ ഞാനും അമ്മയും കൂടെ ഇതൊരു സ്ഥലത്ത് കെട്ടി തൂക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഒരു 4-5 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ അത് എടുക്കുന്നത്. അപ്പോൾ അപ്പോഴേക്കും കണ്ടോ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിയിട്ട് നമ്മൾ കെട്ടി തൂക്കി അത്ര കട്ടിയിലൊന്നും ഇതില്ല, ഒക്കെ ചുരുങ്ങി പോയിട്ടുണ്ട്. അങ്ങനെ ഞാനിത് തുറക്കുകയാണ് കേട്ടോ. ആണെങ്കിൽ നമ്മൾ വെള്ളത്തോട് കൂടിയല്ലേ കെട്ടിയത്. അതുകൊണ്ട് തന്നെ നമുക്കിത് അഴിച്ചെടുക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടല്ല, ഒരു കുടുങ്ങി പോകുന്ന ഒരു പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കെട്ടഴിച്ച് വന്നപ്പോഴേക്കും ഇങ്ങനെയാണ് നമ്മുടെ ക്ലേ ആയത്. നല്ല
അത്യാവശ്യം നല്ല ഡ്രൈ ആയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കുറച്ചുകൂടെ വെള്ളമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ദിവസം കൂടി അത് കെട്ടി തൂക്കിയിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് നമുക്ക് ക്ലേയുടെ രൂപത്തിൽ തന്നെ ആയിട്ടുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ഉണങ്ങാത്തതുകൊണ്ട് തന്നെ കയ്യിൽ ചെറുതായിട്ട് ഒട്ടി പിടിക്കുന്നുണ്ട്. പക്ഷെ അത് കുഴപ്പമില്ല. നമുക്ക് കൈയൊന്ന് നനച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒട്ടി പിടിക്കൂല കേട്ടോ. എണ്ണ തടവുകയോ കൈയൊന്ന് നനയ്ക്കുകയോ എന്തെങ്കിലും ചെയ്താൽ മതി. അതിൻ്റെ ഉള്ളിൽ കുറച്ചുകൂടി വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ ഞാനത് ഒരു ദിവസം കൂടെ കെട്ടി തൂക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസമാണ് ഇപ്പോൾ ഞാനത് തുറന്ന് നോക്കുന്നത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് അവിടെ ആണെങ്കിൽ വെയിൽ വല്ലാതെ ഇല്ല, പിന്നെ വെയിൽ വേണമെന്നില്ല കേട്ടോ. പിന്നെ ഇവിടെ ഞാൻ അപ്പോൾ പെട്ടെന്ന് വെള്ളം വലിയാൻ വേണ്ടിയിട്ട് കുറച്ച് വെയിലത്ത് വെച്ചു. അപ്പോൾ നമുക്ക് നല്ല ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ 5 ദിവസം എന്നുള്ളത് എനിക്കൊരു 5 മാസം പോലെ തന്നെയായിരുന്നു കേട്ടോ. ഓരോ ദിവസത്തിൻ്റെ ഉള്ള അവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ പോയി നോക്കും. പിന്നെ തൊട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കേട്ടോ, വെള്ളം വറ്റിയിട്ടില്ല എന്ന്. വെള്ളം നന്നായിട്ട് ഒറ്റി പോവുകയും ചെയ്യും. പിന്നെ അങ്ങനെ ഞെങ്ങി കളിക്കുമല്ലോ ചളി ആയതുകൊണ്ട് തന്നെ. അപ്പോൾ പിന്നെയും പിറ്റേ ദിവസം പോയി നോക്കും. അങ്ങനെ കുറേ ദിവസം പോയി നോക്കി. അവസാനത്തെ ദിവസം ആയപ്പോഴേക്കും എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ ഞാൻ തിടുക്കം കൊണ്ട് കെട്ടഴിച്ചതാണ് കേട്ടോ ഇന്നലെ. പിന്നെ ഞാൻ ഇന്നത് വീണ്ടും കെട്ടഴിച്ച് നോക്കി. അപ്പോഴാണ് ഇതാ കണ്ടോ, നമുക്ക് എടുക്കുമ്പോൾ തന്നെ കുറച്ച് കട്ടിയായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കയ്യിൽ എണ്ണ തടവുകയോ വെള്ളം തടവുകയോ ചെയ്തിരിക്കുകയാണെങ്കിൽ ഇത്രയും നമുക്ക് കയ്യിൽ ഒട്ടിപ്പിടിക്കൂല കേട്ടോ. അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ ക്ലേയുടെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വീട്ടിലെ LP UP പഠിക്കുന്ന കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ ശാസ്ത്രമേളയ്ക്കൊക്കെ ക്ലേ വർക്കിന് ചേരാൻ താല്പര്യമുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ മണ്ണില്ല എന്ന് വിചാരിച്ചിട്ട് ചേരാതിരിക്കുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്കൊക്കെ അതൊരു ഉപകാരമാവും. നമ്മുടെ വീട്ടിലുള്ള മണ്ണുകൊണ്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ ശാസ്ത്രമേളയൊക്കെ തുടങ്ങുന്നതിൻ്റെ മുമ്പ് തന്നെ നമുക്കിത് ഉണ്ടാക്കി സൂക്ഷിച്ച് വെക്കാമല്ലോ. അങ്ങനെ ചെയ്തിരിക്കുകയാണ്. നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി പഠിക്കാൻ വേണ്ടിയിട്ട് ഈ മണ്ണ് തന്നെ ധാരാളമാണ്. ഇനി മത്സരത്തിന് പങ്കെടുക്കാൻ സബ് ജില്ലയിലേക്കൊക്കെ പോകുന്ന ടൈമിൽ നമുക്ക് നല്ല മണ്ണ് വാങ്ങിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാൻ ഇത് തന്നെ ധാരാളമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് നമ്മുടെ മണ്ണ് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. ബായ്.